السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ അവന്റെ മുഅ്മിനുകളിൽ ഉൾപ്പെട്ട് ജീവിക്കാനും അങ്ങനെ ഉൾപ്പെട്ടവനായിട്ട് മരണപ്പെടാനും എന്നിട്ട് അത്തരത്തിലുള്ള നല്ലവർക്ക് നൽകപ്പെടുന്ന നല്ല പ്രതിഫലം സ്വീകരിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ജൂതന്മാരെ കുറിച്ചും അവരുടെ തോന്നിവാസങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. റസൂലുള്ള മക്കയിലായിരിക്കുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. പിന്നെ മദീനയിലെത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുകയും അങ്ങനെ 16 മാസം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും കഅബയിലേക്ക് തിരിക്കപ്പെട്ടു. ഇതൊക്കെ ജൂതന്മാർക്ക് യഥാർത്ഥത്തിൽ തെളിവാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ അവരുടെ കിതാബിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആഖിർ സമാന്റെ നബിക്കുള്ള അടയാളങ്ങൾ എണ്ണി പറഞ്ഞതിൽ അവരുടെ കിതാബിൽ ഇതുണ്ട്. പക്ഷെ ഈ കഅബയിലേക്ക് തെറ്റിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പരത്തി, ഈ മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ കൽപ്പിക്കലല്ലാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വഹയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഒരിക്കൽ അങ്ങനെയും മറ്റൊരിക്കൽ ഇങ്ങനെയും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാനും ജനങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാനും വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് സംബന്ധമായിട്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് പറയാൻ പോകുന്നത്. നസ്ഖ് എന്ന് പറയും. നസ്ഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തൽ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമം ഭേദഗതി ചെയ്യുന്നതിന് നസ്ഖ് എന്ന് പറയും. പരിശുദ്ധമായ ഖുർആനിലെ നസ്ഖ് പല വിധത്തിലുണ്ട്. ഒന്ന്, അതിന്റെ ഓത്തും അതിന്റെ വിധിയും നീക്കം ചെയ്യപ്പെട്ടതുണ്ട്. അപ്പൊ ഖുർആനിൽ നേരത്തെ ഒരു ആയത്തുണ്ടായിരുന്നു, അതിനൊരു വിധി ഉണ്ടായിരുന്നു. ആ ആയത്തും ആ വിധിയും നീക്കം ചെയ്യപ്പെട്ടത്, ഇതിനെ നസ്ഖ് എന്ന് പറയും. മറ്റൊന്ന്, ആ ആയത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ആ വിധി ഇപ്പോൾ ഇല്ല. ഇങ്ങനെ ഖിറാഅത്ത് നിലനിൽക്കുന്നു, ഹുക്മില്ല, അങ്ങനെയുള്ളതുണ്ട്. ഇതിന്റെ നേരെ എതിരുമുണ്ട്. എങ്ങനെ? ഖിറാഅത്ത് ഇപ്പോഴില്ല, പക്ഷെ ആ ഹുക്കുമുണ്ട്. ഇങ്ങനെ പല വിധത്തിലും നസ്ഖുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തൽ, ഒന്നിനെ മറ്റൊന്ന് കൊണ്ടുവന്നുകൊണ്ട് മാറ്റം വരുത്തൽ. അത് സംബന്ധമായിട്ടാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. മാ നൻസഖ്, നാം ദുർബലപ്പെടുത്തിയാൽ, അള്ളാഹു പറയുന്നു, മിൻ ആയത്തിൻ, ഏതെങ്കിലും ഒരു ആയത്തിനെ ദുർബലപ്പെടുത്തി നേരത്തെ ഉണ്ടായിരുന്നതിനെ നീക്കം ചെയ്തു, അതിനെ ഭേദഗതി ചെയ്തു. ഔ നുൻസിഹ, അല്ലെങ്കിൽ അതിനെ നാം മറപ്പിച്ചു. എന്നാൽ നഅതി ബിഖൈരിൻ മിൻഹ, അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെ നാം പകരത്തിൽ കൊണ്ടുവരും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അത്ര തന്നെ ഗുണമുള്ളതിനെ, ഒരുപക്ഷെ കൊണ്ടുവരുന്നത് അത്ര തന്നെ ഗുണമുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണകരമായത് കൊണ്ടുവരും. ചിലപ്പോൾ ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊണ്ടുവന്നത് അതിനേക്കാൾ ലഘുവായതാണ്, അപ്പൊ അത് മെച്ചപ്പെട്ടതാണല്ലോ. ചിലപ്പോൾ അന്നുണ്ടായിരുന്ന അതേ പോലെ തന്നെയാണ്, ഏകദേശം അതിനോട് തൂക്കമൊപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ളത്, അപ്പം മിസ്ലായി. അലം തഅലം, അതല്ല നബിയെ തങ്ങൾ അറിയില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളുടെ മേലും ഖദീറും, കഴിവുള്ളവനാകുന്നു. അള്ളാഹു ഒരു ഹുക്മിനെ ഇറക്കാനും ആ ഹുക്മിനെ മാറ്റാനും, മാറ്റിയാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെയോ അല്ലെങ്കിൽ അതുപോലുള്ളതിനെയോ പകരം നൽകാനോ ഒക്കെ അള്ളാഹുവിന് കഴിയും. ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ആ അറിവനുസരിച്ച്, ആ പറയപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു ആയത്തിനെ നാം ദുർബലപ്പെടുത്തിയാൽ, ഔ നുൻസിഹ, അല്ലെങ്കിൽ അതിനെ നാം മറപ്പിച്ചാൽ എന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ഒരു ദിവസം രാത്രി സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് ഒരു ആയത്ത് ഓതാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് തീരെ കിട്ടുന്നില്ല. ഇതേപോലെ തന്നെ മറ്റൊരു സ്വഹാബിയും ആയത്ത് ഓതാൻ വേണ്ടിയിട്ട് നോക്കി, അയാൾക്കും കിട്ടിയില്ല. ഇങ്ങനെ 3-4 പേര് ഒന്നിച്ചല്ല, വേറെ വേറെ സ്ഥലങ്ങളിലാണ് ആ ആയത്ത് ഓതാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിന് കഴിഞ്ഞില്ല. നേരം വെളുത്തിട്ട് അവര് റസൂലുള്ളാഹിയോട് വന്നിട്ട് പറഞ്ഞു,
ഇന്നലെ രാത്രി ഞാൻ ഈ ആയത്ത് ഓതാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് ഓതാൻ കഴിയുന്നില്ല. ഹിഫ്ള് ഉണ്ടായിരുന്നതാണ്. അടുത്ത സ്വഹാബി കഴിഞ്ഞു, എനിക്കും അതേ അനുഭവമുണ്ട്. മൂന്നാമത്തെ ആൾ പറയുന്നു, ഇതേ ആയത്തിൽ തന്നെ ഞാൻ ഓതാൻ ശ്രമിച്ചിട്ട് എനിക്കും കഴിഞ്ഞില്ല, മറന്നുപോയിരിക്കുന്നു. ഇങ്ങനെ 3-4 പേര് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ആയത്തിനെ അള്ളാഹു നസ്ഖ് ചെയ്തിരിക്കുന്നു. അപ്പൊ 2 രൂപത്തിലായി ഇപ്പൊ നസ്ഖ്. ഒന്ന്, റസൂലുള്ളാഹിക്ക് നേരിട്ട് വഹി അറിയിച്ചത് മൻസൂഖാണ്, അത് ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയിച്ചു. മറ്റു ചിലപ്പോൾ ഇങ്ങനെ മറപ്പിക്കും. ആ മറപ്പിക്കൽ ഒരുപക്ഷെ റസൂലുള്ളാഹിക്ക് മറപ്പിക്കും, അല്ലെങ്കിൽ സ്വഹാബത്തിന് മറപ്പിക്കും. സ്വഹാബത്തിന് മറപ്പിച്ചതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നാം പറഞ്ഞത്. അപ്പോൾ നസ്ഖിനെ പറ്റി ജൂതന്മാരുടെ ഈ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ, ഈ ആൾക്ക് ഇവകളിലൊന്നും ഒരു പിടിപാടില്ല, അതുകൊണ്ടാണ് ഒരിക്കൽ അങ്ങനെ പറയുന്നത്, മറ്റൊരിക്കൽ അത് മാറ്റി പറയുന്നത് എന്നാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞത്. ആ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. അള്ളാഹു ചിലപ്പോൾ അവന്റെ ആയത്തുകളെ നസ്ഖ് ചെയ്തിട്ട് ദുർബലപ്പെടുത്തിയിട്ട് ആ സ്ഥാനത്ത് അതുപോലുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണകരമായതോ അവൻ നൽകിയെന്ന് വരും. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാകുന്നു. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ. അലം തഅലം, അതല്ല നബിയെ തങ്ങൾ അറിഞ്ഞില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ലഹു അല്ലാഹുവിനാകുന്നു, മുൽക്കുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലെയും ഭൂമികളിലെയും ഭരണാധികാരം അല്ലാഹുവിനുള്ളതാകുന്നു. എല്ലാം അള്ളാഹു ഉണ്ടാക്കുന്നു, അപ്പോൾ ഉണ്ടാകുന്നു. അള്ളാഹു വേണ്ടെന്ന് വെക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. ചുരുക്കത്തിൽ അതിന്റെ മുഴുവൻ അധികാരം, അതിന്റെ അവകാശം അത് അള്ളാഹുവിനാകുന്നു. അള്ളാഹു അല്ലാതെ മറ്റാർക്കും തന്നെ അതിനെ ഭേദഗതി ചെയ്യാനോ മാറ്റാനോ കഴിയില്ല. അതാണ് വമാലക്കും, നിങ്ങൾക്ക് ഇല്ലേ ഇല്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവെ കൂടാതെ, മിൻ വലിയൻ, ഒരു ഉടമസ്ഥനില്ല, ഒരു കൈകാര്യകർത്താവില്ല, വലാ നസീറിൻ, യാതൊരു സഹായവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ലഭിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ നിർവഹിക്കുന്ന ഒരവസ്ഥ, അത് അള്ളാഹുവിൻ്റെതല്ലാതെ മറ്റൊന്നുമല്ല, മുഴുവനും അള്ളാഹുവിൻ്റെതാകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ളല്ല സവാഅസ് സബീൽ. ചില സമയത്ത് ചില ബലഹീനരായ, ഈമാന് ബലഹീനമായ ചിലർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നബിയോട് ആവശ്യപ്പെട്ടു. അതിൽ കാണാം, ഈ സ്വഫാ മലയെ സ്വർണമാക്കി തന്നെങ്കിൽ വളരെ ഉപകാരമല്ലേ, എന്നാൽ നമുക്ക് യാതൊരു ദാരിദ്ര്യവുമില്ലല്ലോ, ദീനിനെ അങ്ങനെ വളർത്താമല്ലോ, ചിലർ അങ്ങനെ വന്നിട്ട് പറഞ്ഞു. അതുപോലെ ചില ആവശ്യങ്ങളൊക്കെ ചിലർ നബിയോട് പറഞ്ഞു. ചിലർ പറഞ്ഞു, ആദ്യകാലല്ലേ, പറഞ്ഞു അള്ളാഹു മലക്കുകളെ സംഘം സംഘമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതില് കപടന്മാരുണ്ട്, ഈമാൻ ബലഹീനമായവരെ മറ്റുള്ളവർ തിരിച്ചിട്ട് അവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധമായിട്ടാണ് ഇറങ്ങിയത്. അം തുരീദൂന, അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അൻ തസ്അലൂ, നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവോ, റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട്, കമാ സുഇല മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കപ്പെട്ടതുപോലെ, മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തന്നെ ഖൗമ് ബനു ഇസ്രായേൽ, അരിനല്ലാഹ ജഹറത്തൻ, അള്ളാഹുവിനെ പരസ്യമായിട്ട് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടലുണ്ടായിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. അതുപോലെ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ പച്ചയിൽ എന്നിട്ട് കാണിച്ചു തരണം, യാതൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ, വാശി പിടിക്കാം. ഇങ്ങനെ മൂസാ നബിയോട് മുമ്പ് ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? വമയ്യത്തബദ്ദലിൽ കുഫർ, ആരെങ്കിലും അവിശ്വാസത്തെ കുഫറിനെ പകരമായി സ്വീകരിച്ചാൽ, ബിൽ ഈമാനി, സ്വീകരിക്കേണ്ടത് ഈമാനാണ്, ആ ഈമാനിനെ ഒഴിവാക്കിയിട്ട് കുഫറിനെ ആരെങ്കിലും പകരമാക്കിയാൽ, കുഫറിന്റെ സ്വഭാവമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ കതുലല്ല, തീർച്ചയായും അവൻ വഴികേടിലാണ്, വഴിതെറ്റിയിരിക്കുന്നു, സവാസബിൽ, ചൊവ്വായ വഴിയെത്തൊട്ട് അവൻ തെറ്റിയിരിക്കുന്നു, അവൻ നേർവഴിക്കല്ല ഇപ്പോൾ അവൻ സഞ്ചരിക്കുന്നത്, അവന്റെ സഞ്ചാരപഥം തെറ്റിയതായ വഴിയാകുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആരും റസൂലുള്ളാഹിയോട്
ആവശ്യപ്പെടരുത്. റസൂലുള്ളാഹിക്ക് അതൊക്കെ നടത്താൻ പറ്റിയെന്ന് വരും, അങ്ങനെ പലതും നടത്തിയതുമുണ്ട്. പക്ഷെ നിങ്ങൾ അത് ചോദിച്ചിട്ട് നിങ്ങളുടെ ഈമാനിനെ ബലമില്ലാത്തതാക്കരുത്. അതാണ് അതിന്റെ അർത്ഥം. وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أَنفُسِهِم مِّن بَعْدِ مَا تَبَيَّنَ لَهُمُ الْحَقُّ فَاعْفُوا وَاصْفَحُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, കിതാബിന്റെ അഹ്ലുകാരായ ജൂതന്മാരും നസാറാക്കളും അവരിൽപ്പെട്ട വളരെയേറെ ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്നു. ലോ യറുദ്ദൂനക്കും, നിങ്ങളെ മടക്കലിനെ മിംബാദി ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം കുഫാറൻ അവിശ്വാസികളായിട്ട് മടക്കലിനെ. നിങ്ങൾക്കുള്ള ഈമാനിനെ പറ്റി അവർക്കറിയാം, അവർക്കതിൽ മതിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഈമാനിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അവിശ്വാസികളാക്കാൻ അവർ വല്ലാതെ കൊതിക്കുന്നുണ്ട്. എന്തായാലും കാരണം എന്ന് പറയോ, ഹസദമ്മിൻ എന്തി അംഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്നുണ്ടാകുന്ന അസൂയയാകുന്നു. നിങ്ങൾ നല്ല മാർഗത്തിലാകുമ്പോൾ ആ മാർഗത്തിൽ നിങ്ങൾ അവശേഷിപ്പിക്കുന്നത്, നിങ്ങൾ അതിലിങ്ങനെ അവശേഷിച്ച് കാണുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിയമത്ത് നീങ്ങിക്കാണാം, അതിനല്ല ഹസദ് എന്ന് പറയാം. മറ്റൊരാൾക്കുള്ള അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കലാം. അപ്പൊ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അസൂയയാണ് അതിന് കാരണം. മിൻ ബാദിമാ തബയ്യൻ ലഹുമുൽ ഹഖ്, യാഥാർത്ഥ്യം അവർക്ക് വെളിവായതിന് ശേഷമാണ് ഇതൊക്കെ. ഇങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് അവർ കഠിന ശ്രമം നടത്തുന്നുണ്ട്. അതാണ് ഈ സാധു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചില തോന്നലുകളും ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ഫാഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. നബിയോടും സഹാബത്തിനോടോ പറയുന്നു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. വസ്ഫഹു, നിങ്ങൾ പിന്തിരിയുകയും ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട, അവർക്കെതിരിൽ നടപടികളൊന്നും സ്വീകരിക്കുകയും വേണ്ട. ഹത്താ യഅതി അല്ലാഹു, അല്ലാഹു തആല കൊണ്ടുവരുന്നത് വരെ, ബി അംരിഹി, അവന്റെ കൽപ്പനയെ അവൻ കൊണ്ടുവരും. അതുവരെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ അതിനെ തൊട്ട് പിന്തിരിയൂ. അള്ളാഹു ഇതിന് ഒരു പരിസമാപ്തി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാവുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെ മേലും ഖദീറുൻ, അവൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വിട്ടുവീഴ്ച ചെയ്യുകയും അവരെ തൊട്ട് പിന്തിരിയുകയും ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് അവരെ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. വഅഖീമുസ്സലാത്ത വആതുസ്സകാഹ വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. വഅഖീമു, നിങ്ങൾ നിലനിർത്തുക സ്വലാത്ത, നിസ്കാരത്തെ. നിസ്കാരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിസ്കാരം ഫഹ്ശായിനെ തൊട്ട്, വൃത്തികേടിനെ തൊട്ട് തടുക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ നിസ്കാരത്തിലുണ്ട്. അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തുന്ന സമയമാണത്. അള്ളാഹു മനുഷ്യനും തമ്മിൽ ഏറ്റവും ഏറെ അടുപ്പമുണ്ടാകുന്ന സമയം അത് നിസ്കാര സമയമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ സ്വലയാണ്. മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ ഇത്രയേറെ ബഹുമതിയുള്ള മറ്റൊരു കാര്യമില്ല. വാതു സക്കാഹ്, സക്കാത്തിനെ നിങ്ങൾ കൊടുത്തുകൂട്ടുകയും ചെയ്യൂ. നിർബന്ധ സക്കാത്ത് കൊടുക്കുക തന്നെ വേണം. സക്കാത്തിന്റെ സമ്പത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശികളുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്തുമായിട്ട് കലർന്നതാണ്. അത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാകുന്നു. അതുകൊണ്ട് വാതു സക്കാത്ത, നിങ്ങൾ സക്കാത്തിനെ കൊടുക്കുകയും വേണം. വമാ തുഖദ്ദിമു ലിഅൻഫുസികും, നിങ്ങളുടെ സ്വന്തം നഫ്സിന് നിങ്ങൾ മുന്തി ചെയ്യുന്ന കാര്യങ്ങൾ, മിൻ ഖൈറിൻ, അത് ഏത് ഖൈറാവട്ടെ, ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ഏതുണ്ടോ അവകളെല്ലാം തജിദൂഹു, അതിനെ നിങ്ങൾ എത്തിക്കും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ. ഒരു നല്ല കാര്യം, അത് ഏത് നല്ല കാര്യങ്ങളാണെങ്കിലും, അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. നിസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത് തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഏത് നന്മയും നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ചെയ്യുന്നു, നിങ്ങൾ മുന്തി ചെയ്യുന്നു. എന്നാൽ തജിദൂഹു, അതിനെ നിങ്ങൾ എത്തിക്കും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ. തജിദൂഹു, ആ ഖൈറിനെ നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ. അള്ളാഹു അതിന് കനപ്പെട്ട പ്രതിഫലം നൽകും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവകാര്യങ്ങളെ കൊണ്ടും ബസീറുൻ, അത് കാണുന്നവനാകുന്നു, അറിയുന്നവനാകുന്നു. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ
നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഒരിക്കലും അതിൽ വീഴ്ച വരുത്താതെ നിങ്ങൾ ആ കാര്യത്തിൽ മുന്നേറുകയും വേണം. അല്ലാഹു അല്ലാഹു وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون വഖാലു അവർ പറഞ്ഞു, അവർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇപ്പൊ തിരിയും, ലൻ യദ്ഖുലൽ ജന്നത്ത സ്വർഗത്തിലേക്ക് കടക്കുകയില്ല ഇല്ലാമൻകാന ഹൂദൻ ജൂതന്മാരായവരല്ലാതെ. ഇതാരാ പറയാ? ജൂതന്മാര് പറഞ്ഞു. അപ്പൊ ജൂതന്മാരുടെ വാദം, അവർ പുറത്തു പറയുന്ന കാര്യവും ഇതാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ജൂതന്മാര് മാത്രമാകുന്നു, സ്വർഗലോകം ജൂതന്മാർക്ക് മാത്രമുള്ളതാകുന്നു. ഔ നസ്വാറ, നസ്വാറയല്ലാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. ഈ വാദാര പറയാം, അത് ക്രിസ്ത്യാനികളാ പറയാം. സ്വർഗത്തിൽ കടക്കണോ ക്രിസ്ത്യാനിയായേ പറ്റൂ, അല്ലാത്തവർക്ക് സ്വർഗപ്രവേശനമില്ല എന്നല്ലാതെ ജൂതന്മാര് പറയാ ജൂതനാവയാല് അല്ലെങ്കിൽ നസാറയായാലേ സ്വർഗത്തിൽ കടക്കൂ എന്ന് ജൂതൻ അതുപോലെ നസാറ അങ്ങനെയല്ല. രണ്ടും രണ്ടു കൂട്ടരുടെ വാദമാണ്. തിൽക്ക എന്നാൽ അതിനെപ്പറ്റി പറയാനുള്ളത്, അത് അമാനിയുഹും, അതവരുടെ മനസ്സിലെ കൊതിയാണത്, പൂതിയാണത്. അവരെ കടക്കുള്ളോ, അവർക്ക് സ്വർഗപ്രവേശനമുള്ളോ എന്ന് പറയുന്നതുണ്ടല്ലോ. തിൽക്ക അമാനിയുഹും, അതവരുടെ കൊതിയാവുന്നു, പൂതിയാവുന്നു. അങ്ങനെയൊക്കെ ആവണമെന്ന് അവർക്ക് കൊതിക്കാം. നബിയെ തങ്ങൾ പറയൂ, ഹാത്തു ബുർഹാനക്കും, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ. ഒരു കാര്യം പറയുമ്പോൾ തെളിവ് സഹിതം പറയാൻ കഴിയണം. വെറുതെ ഇങ്ങനെ പറയാൻ വായാടിയാകാൻ ആർക്കും കഴിയും. അതിന് തെളിവ് നിരത്തേണ്ട സമയത്ത് തെളിവ് നിരത്തണം. ഹാത്തു, നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും, നിങ്ങളുടെ തെളിവിനെ നിങ്ങൾ കൊണ്ടുവരൂ. ഈൻ കുന്തും, നിങ്ങൾ എങ്കിൽ സ്വാദിഖീന, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ജൂതന്മാർക്ക് സ്വർഗപ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ ജൂതന്മാരെ, നിങ്ങൾ അതിന്റെ തെളിവ് കൊണ്ടുവരൂ. നസാറയായാലേ സ്വർഗപ്രവേശനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നസാറാക്കളെ, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങളുടെ തൗറാത്തിലോ ഇഞ്ചീലിലോ ഈ പറയപ്പെട്ടത് ഒരിക്കലും കൊണ്ടുവരാൻ സാധ്യമല്ല. ഈൻ കുന്തും സ്വാദിഖീന, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവരൂ. വെല്ലുവിളിയാണ്. ബല എന്നാൽ എങ്ങനെയാണെന്ന് പറയാം. ബല എന്നല്ല, അങ്ങനെയൊന്നുമല്ലത്. മൻ അസ്ലമ, ഒരുത്തൻ സമർപ്പിച്ചാൽ, വജുഹഹു, അവന്റെ ശരീരത്തെ, മുഖം എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു എന്ന് മാത്രം. ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ മുഖത്ത് പ്രകടമാവും. അവന്റെ വിഷമവും സന്തോഷവും അവന്റെ രോഗവും ആരോഗ്യവും ഒക്കെ മുഖത്ത് തെളിയും. അതുകൊണ്ടാണ് മുഖം എന്നുള്ള ഭാഗം പറഞ്ഞിട്ട് അവൻ എന്നുള്ള അർത്ഥമായത്. അവനെ സമർപ്പിച്ചു, ലില്ലാഹി, അള്ളാഹുവിനെ സമർപ്പിച്ചു. വഹുവ, അവൻ മുഹ്സിനു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകുന്നു എന്നാൽ മുഖ്ലിസാകുന്നു, നിഷ്കപടനാകുന്നു, നിഷ്കാമകർമ്മിയാകുന്നു. അപ്പോ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ അവനെ അള്ളാഹുവിന് സമർപ്പിച്ചു. എന്നാൽ ഫലഹു, അവനുണ്ട്, അജുർഹു, അവന് അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. റബ്ബിഹി, അവന്റെ റബ്ബിന്റെ അടുക്കൽ അവന് പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അത്തരത്തിലുള്ള ആളുകളുടെ മേല് ഭയപ്പെടേണ്ടതില്ല, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. സ്വർഗത്തിൽ കടന്നാൽ പിന്നെ ഈ സ്വർഗീയമായ സുഖം എന്നെങ്കിലും അവസാനിക്കുമോ എന്നുള്ളൊരു പേടി, ഒരാശങ്ക അത് അവരുടെ മേൽ ഇല്ല. വലാഹും യഹ്സനൂന, അവർ ഒരിക്കലും തന്നെ ദുഃഖിക്കുന്നവരുമല്ല, അവർ ദുഃഖിക്കുകയില്ല, ദുഃഖിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആ നല്ല ജീവിതം അവസാനിച്ചല്ലോ എന്നുള്ള ഒരു വിഷമം, ദുഃഖം അതവർക്ക് ഒരിക്കലുമില്ല. ആ കഴിഞ്ഞ കാലത്ത് ബുദ്ധിമുട്ടിയതിന്, അന്ന് അമൽ ചെയ്തതിന്, അന്ന് നല്ലതൊക്കെ ചെയ്തതിന് ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരു കണ്ണും കാണാത്ത പ്രതിഫലം, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത പ്രതിഫലം, ഒരു ഹൃദയത്തിലും ഉദിക്കാത്ത നല്ല പ്രതിഫലം കിട്ടുമ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ദുഃഖവുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇത് നീങ്ങിപ്പോകുമെന്നുള്ള ഭയവും അവർക്കില്ല. ഇങ്ങനെയാണ് നല്ലവരായ ആളുകൾക്ക്. അവനെ അള്ളാഹുവിന് സമർപ്പിക്കണം. അവൻ നിഷ്കളങ്കനായിരിക്കണം, നിഷ്കപടനായിരിക്കണം. എന്നാൽ അവന് നല്ല പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലം നീങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊരു ദുഃഖമോ, ഇത് രണ്ടും അവനില്ല. അർഹമുർ റഹീമായ അള്ളാഹു ആ സ്വർഗലോകത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും നമുക്ക്
ഖൗഫും അതുപോലെ തന്നെ ഹുസ്നുമില്ലാത്ത ആ അവസ്ഥ നൽകുകയും ചെയ്യട്ടെ. ആമീൻ.